ഹലോ, നെയിൽ പോളിഷ് പ്രാന്തന്മാരുണ്ടെങ്കിൽ ഇതുവഴി ഒന്ന് വന്നാൽ ഇതേണ്ട നല്ല കിളിപ്പച്ചല്ല, നല്ലൊരു പച്ച, നല്ല വൃത്തിയിൽ എത്ര അതേ കളർ കാണുന്നില്ല, ഒരു കിളിപ്പച്ച നെയിൽ പോളിഷേ. പിന്നെ വരുന്നത് നല്ലൊരു പിങ്ക്, ഇത് റെഡൊന്നല്ല, നല്ല പിങ്ക്. എന്നാ പിങ്ക് അത് പറയാം, നല്ല പിങ്കാണേ. പിന്നെ വരുന്നതാണ് ഗ്രീന്, സൂപ്പറല്ല ഗ്രീന്. പിന്നെ വരുന്നത് യെല്ലോ, പിന്നെ വരുന്നത് ബ്ലൂ. ഓക്കെ, സ്കൈ ബ്ലൂ അല്ല, എന്താണെന്നറിയാം, തുരിശ് നീല. പിന്നെ തുരിശ് നീല നമ്മളിതിന് പറയും. പിന്നെ ഇതെന്താണ്, ഇത് ഒരു മഞ്ഞ പറയും നമ്മളത്, പക്ഷെ അങ്ങനെ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു മഞ്ഞ പറയും നമ്മൾ, അറിയുന്നവർക്കറിയും. അതൊരു കാസ്റ്റിനെ പറയുന്നതുകൊണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാം കേട്ടോ. ഈ പച്ചക്കും അങ്ങനെ നമ്മൾ ഒരു കാസ്റ്റ് വെച്ച് പറയും. ഈ ചുവപ്പിനൊരു രാഷ്ട്രീയ പേര് പറയും. ഈ ഗ്രീനിന് പിന്നെ കിളിപ്പച്ചാന്ന് പറയാം. കിളീനെ പറയുന്നതിന് കിളി, പാവം ചോദിക്കാനും പറയുന്നു. ആരും ഇല്ലാത്തതല്ലേ കിളിക്ക്, അന്നേരം കിളിയൊന്നും നമ്മളൊന്നും പറയില്ല. പക്ഷെ ബാക്കി ആരെയൊന്നും ഒന്നും പറഞ്ഞുകൂടാ. ഈ ചുവപ്പിനെയും ഈ പച്ചേനെയും ഈ മഞ്ഞിനൊന്നും ഒന്നും പറഞ്ഞുകൂടാ, അയ്യോ കേസായിരിക്കും. അങ്ങനെ ഈ നീല തുരിശ് നീല എന്ന് പറഞ്ഞായിരിക്കും അറിയാം. നമ്മൾ ഈ റബ്ബറിനെല്ലാം തുരിശടിക്കുവേ, മരുന്നടിക്കും, ഒരു മരുന്നാണത്. അപ്പോൾ അതിൻ്റെ നീലയാണ് ഈ തുരിശ് നീല. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സെല്ലാം പണ്ടെടുക്കാൻ പോകുമ്പോൾ പാവടയും ബ്ലൗസ് എടുക്കുമ്പോൾ തുരിശ് നീല പാവടയും ബ്ലൗസ് അങ്ങനെ പറയും. പിന്നെ മോശം മഞ്ഞാണെങ്കിൽ ഇങ്ങനെ പറയേ, അങ്ങനത്തെ ആ മഞ്ഞ എടുത്തിന് ആ പേര് പറയും, അവർ ജാതിപ്പേര് പറയും കേട്ടോ. പച്ചക്ക് മോശമൊന്നുമല്ല, ചുവപ്പ് മോശമൊന്നുമല്ല, എന്നാലും പിന്നെ വെറുതെ എന്തിനാ പറയുന്നതുകൊണ്ട് പറയുന്നില്ല. ഇത് പച്ച. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കളർ മാറ്റം വെച്ചൊന്നുമല്ല. നമ്മൾ പണ്ട് കോളേജിലും പോകുമ്പോൾ ഒരു 3-4 നമ്മൾ ഗ്രൂപ്പായിട്ട് ഫാൻസി കയറുമ്പം ഒരാളാ നെയിൽ പോളിഷ് മേടിക്കുന്നുണ്ടെങ്കിൽ 4 പിന്നെ വെച്ച് നോക്കും. അന്നേരം ഇതുപോലെ വേറെ കളർ വെച്ച് നോക്കും. ഇങ്ങനെ വെറുതെ കളർ നോക്കില്ല, ഈ ഫുള്ളായിട്ട് വെക്കും. അപ്പോൾ അതുപോലെ ഇന്ന് ശ്രേയക്ക് മേടിക്കാൻ പോയതാണ്. അപ്പോൾ ആടിയില്ല പെണ്ണ്, നല്ല പെണ്ണ്, ഇത് വെച്ച് നോക്ക്, ഇത് സ്റ്റൈലുണ്ട്, മറ്റേത് എന്നിട്ട് എല്ലാം ഞാൻ വെച്ച് തരാൻ കൊണ്ടാന്നും പറഞ്ഞിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് വൃത്തിയിൽ വെച്ച് തന്നു. അപ്പോൾ ഇതിലേതാ കളർ ഇഷ്ടപ്പെട്ടെ? എൻ്റെ വീഡിയോയിൽ കുറച്ച് എൻ്റെ അടുത്ത ഫ്രണ്ട്സുമാർ അറിയുന്നവരെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഏതാ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏതാണെന്ന് വെച്ചാൽ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ എല്ലാം അങ്ങനെയല്ലേ, എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളൊന്നുമല്ല, ഇഷ്ടങ്ങളാണ്. എന്നാലും ഫേവറേറ്റ് ഉണ്ട്. ഇതിന് ഫേവറേറ്റ് ഒന്നൊരു വെറൈറ്റി പച്ചയും ഇത് എല്ലാം തോന്നുന്നുണ്ട്, പറയാൻ കഴിയില്ല ഏതാണ്, എല്ലാം നല്ല തന്നെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നോക്കുക, ആരുടെടുത്തെങ്കിലും നെയിൽ പോളിഷ് കളക്ഷനെല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, ഇത് കെട്ടിയാൽ എന്നാ ചെയ്യേണ്ടത് നോക്കുമ്പോൾ പറയാം, എന്നാണ് റിമൂവറല്ലേ പറഞ്ഞേ, ലിക്വിഡ്, റിമൂവർ 2 തുള്ളി ഇറ്റിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആർക്കറിയാം, ശരിയാ, ഒറ്റിച്ചാൽ ശരി, ചൂടുവെള്ളത്തിൽ വെച്ചാൽ മതിയാ. അങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ ഒരു മെറൂണ് ചുവപ്പ് അല്ല, ഈ 2 ചുവപ്പ് 2 നെയിൽ പോളിഷാണ് സാധാരണയായി വെച്ചുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ കോളേജിലെല്ലാം പോകുന്ന സമയത്ത് മെറൂണോടും ചുവപ്പോടുള്ളൊരു പുച്ഛം വന്നു. പിന്നെ നമ്മൾ ലൈറ്റ് റോസ്, സിൽവർ കളറ് എല്ലായി നെയിൽ പോളിഷ്. പിന്നെ കുറേ കഴിഞ്ഞേരാണ് ഓരോരോ കളർ മാറ്റാൻ തുടങ്ങി. ഞാനിടക്ക് സാരിയെല്ലാം ഉടുക്കുമ്പോൾ നീല സാരിയെല്ലാന്നെങ്കിൽ നീല നെയിൽ പോളിഷെല്ലാം വെച്ചിട്ടുണ്ട്. ബ്ലാക്കും വരുന്നുണ്ട് നെയിൽ പോളിഷ്, പണ്ടെല്ലാം 1-2 കളറല്ലേ. പിന്നെ ഓരോരാൾ നെയിൽ പോളിഷ് എന്താണ് ഇഷ്ടമല്ലായിട്ട് എന്താണെന്നറിയില്ല, നെയിൽസിൻ്റെ അതേ കളറ്, നെയിൽസ് തിളങ്ങുന്നേയും പിന്നെ അങ്ങനെ തന്നെ ഇല്ലേ, അതൊന്നും എനിക്കിഷ്ടമല്ല. ഇത് നെയിൽ പോളിഷ് പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ എന്നറിയാം, 1-2 ആഴ്ച എല്ലാം നിൽക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഈ നെയിൽ പോളിഷിൻ്റെ തന്നെ പിന്നെ വെള്ളം പോലത്തെ നെയിൽ പോളിഷില്ലേ, വെറും കാണുമ്പോൾ നമുക്ക് വെള്ളം തോന്നും, ഇത് വെച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ എന്നതിന് പറയാം, ട്രാൻസ്പെറൻറ്റ് ഓഹോ വെള്ളം പോലത്തെ, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയും. നമ്മൾ പാവങ്ങളാന്നൊന്നും പറയില്ല, അങ്ങനെ ആരും പറയാൻ പാടില്ല, അത് നെഗറ്റീവാണ്. ഓക്കെ, അത് പിന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ്. അപ്പോൾ ആ വെള്ളം പോലത്തെ നെയിൽ പോളിഷില്ലേ, 10 രൂപക്കെല്ലാം കിട്ടുമല്ലോ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ, 10 രൂപ. അപ്പോൾ അത്
ഇത് ഉണങ്ങിയിട്ട് മീൻ്റെ വില കൂടെ വെച്ചുകൊണ്ടെന്നാൽ നമ്മൾ പാത്രം കഴുകിയാലും തുണി കഴുകിയാലും ആക്കിയാലും ഒന്നും ഇത് ഇളകി പോവോ പൊളിഞ്ഞ പോലെ ഇതുപോലെ ഇരിക്കും എന്ത് പണിയെടുത്താലും കേട്ടോ. അങ്ങനെയല്ലാന്ന് എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ അതിനെപ്പറ്റി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.